ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണ്. നിങ്ങളുടെ ക്ഷമ ഞാൻ പരീക്ഷിക്കുന്നില്ല, കാരണം എല്ലാവരും അക്ഷമരായിട്ടാണ് ഇരിക്കുന്നത്. കാരണം എത്രയും നമ്മളിത് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ 8:31 ആയപ്പോൾ തന്നെ ഇതൊരു ചരിത്രമാണ്. 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മളെ റൂം ഫുള്ളായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമുക്കിത് കിട്ടുന്നത്. നമുക്കറിയാം രാകേഷ് മാധവ് സാറിനെ കുറിച്ച് ഇനി നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, കാരണം സാറ് നമ്മളിൽ ഒരാളായി കഴിഞ്ഞു. കാരണം ഇനിയിപ്പോ സാറിന്റെ ക്വാളിഫിക്കേഷൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം സാറ് എന്താണെന്നുള്ള സാറിന്റെ വെൽനെസ്സിലുള്ള അഗാധമായ പാണ്ഡിത്യം എന്താണെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കി തന്ന സാറിന്റെ കുറെ സെഷനിലൂടെ ഇനി ഒരുപാട് സെഷൻ സാറിന്റെ കയ്യിൽ നമുക്ക് കിട്ടാനുണ്ട്. സാറിന്റെ സേവനങ്ങൾ പല ആളുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വിഷയം നമുക്കറിയാം, നമ്മുടെ കരളുമായി ബന്ധപ്പെട്ടുള്ള കരളുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടാണ്. കാരണം നമുക്കത് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കരളിന്റെ രോഗങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സാറ് നമുക്ക് വ്യക്തമായിട്ട് പറയണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് സാറ് പറയണ്ട. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളൊരു നോട്ട്ബുക്കും പേനയുമായിട്ട് നിങ്ങൾ ഇരിക്കുക, പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത്രമാത്രം അറിവാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, കാരണം സാറിന്റെ സമയം നമുക്ക് കൂടുതൽ സമയം കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കിയിട്ട് വളരെ വാക്കുകൾ ചുരുക്കിയിട്ട് സാറിന് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോ വാം വെൽക്കം രാകേഷ് സാർ. താങ്ക് യു അനീഷ് സാർ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ സാധാരണ ഇന്ന് വ്യത്യാസമായിട്ട് ഞാൻ ഇന്ന് വീഡിയോ ഓൺ ചെയ്യുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഞാനൊരു ലോങ് ജേണിയിലാണ്. രാവിലെ ഒരു 4:30 മണിക്ക് എഴുന്നേറ്റിട്ട് പുറപ്പെട്ടതാണ്. ഇപ്പൊ ആലപ്പുഴ ജില്ലയിലുള്ളത്. വണ്ടിയിലാണ്, ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല, എന്നാലും വണ്ടിയിലായതുകൊണ്ട് ചിലപ്പം വീഡിയോ കൂടി ഓൺ ചെയ്യുമ്പോൾ ക്ലിയർ കുറയും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ആരും ഇന്ന് എന്റെ പ്രോഗ്രാം ഇതുവരെ ആളാരെന്ന് അറിയണമെങ്കിൽ ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഏതായാലും നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, പറയാതിരിക്കാൻ വയ്യാത്ത, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, മുറിച്ചു മാറ്റിയാൽ പോലും എന്താ പറയുക, വീണ്ടും വീണ്ടും വളരുന്ന ഒരു അവയവത്തെ കുറിച്ചാണ് അല്ലെ. പക്ഷേ അത് പറയും മുമ്പേ എനിക്ക് പറയേണ്ടത്, നമ്മുടെ കരൾ എന്ന് പറയുന്ന അവയവത്തെ കവികളും കലാകാരന്മാരും സിനിമാക്കാരും സിനിമാ ഗാനങ്ങളും ഒക്കെ എത്രമാത്രം വർണ്ണിക്കുന്നുള്ളതാണ്. നമുക്കറിയാം, എത്രയോ പാട്ടുകൾ കരളെ എന്നുള്ള പേരിൽ വന്നിട്ടുണ്ട്, എത്രയോ കവിതകൾ കരളെ എന്നുള്ള പേരിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കരളെ എന്ന പേര് ഉപയോഗിച്ചെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിനകത്തുള്ള അവയവത്തിന്റെ പ്രണയം എന്നൊരു കാര്യം അതിനകത്ത് എത്രമാത്രം തുളുമ്പുന്നു എന്നുള്ളതാണ്. അത്രയും കവികളും കലാകാരന്മാരും സിനിമാ ഗാനങ്ങളിലും സിനിമാ പേരുകളിലും പോലും കരൾ എന്ന വാക്ക് കയറി വന്നതിന്റെ കാരണം അത്രമാത്രം പ്രണയത്തിനെ തൊട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന കാര്യമാണ്. പലപ്പോഴും പല കാമുകന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് കരളെ എന്നാണ്. ചില ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും വിളിക്കുന്നത് കരളെ എന്നാണ് അല്ലെ. തമാശക്ക് പോലും കരളെ എന്ന് വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്രയും വലിയ പ്രധാനപ്പെട്ട, നമുക്ക് സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പ്രണയത്തിന്റെ ഒരു സിമ്പലായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവയവത്തെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി നമുക്ക് പറയേണ്ടത്, നമുക്കൊരിക്കലും നമ്മുടെ ഈ അവയവത്തിനെ ഒരു രോഗവും ഇല്ലാതെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. കാരണം ഇത് മലയാളികളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് കരൾ സംബന്ധമായിട്ടുള്ള ചില ശാരീരിക അവസ്ഥകൾ. കാരണം വേറൊന്നുമല്ല, മലയാളിക്ക് ചോറിനോടുള്ള അമിതമായ താല്പര്യം. നമുക്ക് ജനിച്ചപ്പോൾ മുതൽ നമുക്ക് എന്നാണോ കരഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് അന്ന് മുതൽ നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ചോറ്. പക്ഷേ 10-60 വർഷം മുമ്പൊക്കെ നമ്മൾ കഴിച്ച ഭക്ഷണം ചോറിന്റെ കളറ് ചുവന്ന കളറായിരുന്നു, അല്ലെങ്കിൽ ചുവന്ന അരിയായിരുന്നു അല്ലെ. നമുക്കറിയാം, നെല്ലുകുത്തിയായിരുന്നു. ആ അരി കഴിച്ച് ശീലിച്ച ആളുകൾക്ക് അറിയാം ഇന്നത്തെ ചോറിന്റെ കളറും ഇന്നത്തെ ചോറിന്റെ കഴിക്കുമ്പോൾ വ്യത്യാസം. വേറൊന്നുമല്ല, ഈ അരിയിലേക്ക് വന്നപ്പോൾ ടേസ്റ്റ് കൂടിയിട്ടുണ്ടാവും. ഇന്നത്തെ തലമുറക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കാം, പക്ഷെ ആ കരൾ എന്ന് പറയുന്ന അവയവത്തിനെ അത് വല്ലാതെ അങ്ങ് ബാധിച്ചു. കാരണം സൈലന്റ് ആയിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥ നമുക്കിന്ന് കരൾ എന്ന് പറയുന്ന ഒരു രോഗത്തെ കയറി പിടിച്ചു എന്നാണ് പറയാം. ആ ഒരു അവസ്ഥക്ക് ഡോക്ടർമാർ പറയുന്ന പേര് ഫാറ്റി ലിവർ എന്നാണ്. അതായത്
ഒരു ആരോഗ്യാവസ്ഥയുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യാസമായിട്ട് കരള് ബോള് പോലെ വീങ്ങിപ്പോവാം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ അവസ്ഥ വന്നിട്ട് എത്ര മൂർച്ഛിക്കുന്നോ അത്ര മൂർച്ഛിച്ചു കഴിഞ്ഞാൽ പോലും രോഗത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റില്ല. രോഗം പിടിപെട്ടു എന്നോ അതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളോ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കരൾ രോഗം വരാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് സംസാരിക്കാം. എന്തൊക്കെയാണ് കരൾ രോഗം വരാനുള്ള കാരണം? ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ വെളുത്ത അരിയുടെ ഭക്ഷണം. നമുക്ക് മലയാളികൾക്ക് 3 നേരം വെളുത്ത അരിയുടെ ഭക്ഷണമാണ്. രാവിലെ പുട്ട് അല്ലെങ്കിൽ അരിയുടെ ദോശ, വെള്ളയപ്പം, ഇടിയപ്പം എന്നൊക്കെ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വെളുത്ത അരിയാണ് അല്ലെ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. 99% നമ്മൾ ഉപയോഗിക്കുന്നത് വെളുത്ത അരിയുടെ ഭക്ഷണമാണ്. അത് ഇന്ന് ഏറ്റവും വലിയൊരു ശാരീരിക അവസ്ഥക്ക് കാരണമാണ്. പ്രത്യേകിച്ച് കരൾ രോഗമായ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാണ്. അതിന്റെ കൂടെ നമുക്ക് പറയേണ്ട ഒരു കാര്യം പഞ്ചസാരയാണ്. നമ്മൾ സാധാരണ 5 വെളുത്ത വിഷം എന്ന് പറയാറുണ്ട്, 5 വൈറ്റ് പോയിസൺ. ആ വൈറ്റ് പോയിസണിനകത്ത് ഏറ്റവും ആദ്യം പറയേണ്ടത് പഞ്ചസാരയാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ന് നമുക്ക് ലോകത്തിൽ തന്നെ നമ്മൾ കണ്ട് പരിചയമുള്ള വിഷങ്ങളിൽ ഏറ്റവും വലിയ വിഷം പഞ്ചസാരയാണ്. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പഞ്ചസാര. അപ്പോ ഈ പഞ്ചസാര നമുക്ക് പല വീടുകളിലും ഒരു നിർബന്ധമായിട്ടും അല്ലെങ്കിൽ അവശ്യ ഘടകമായിട്ടും മാറിയ അവസ്ഥയാണ്. പ്രത്യേകിച്ച് ചില ആൾക്കാർ എന്ത് ഭക്ഷണത്തിന്റെ കൂടി പഞ്ചസാര വേണം, ഇപ്പൊ വെള്ളയപ്പം കഴിക്കുമ്പോഴും പുട്ടി കഴിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തിന്റെ കൂടി പഞ്ചസാര വേണം എന്നുള്ള അവസ്ഥ സാധാരണ നമ്മൾ കണ്ടുവരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചസാര ഉണ്ടാക്കുന്ന പ്രശ്നം ചെറുതല്ല എന്ന് മനസ്സിലാക്കും. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ പഞ്ചസാര എന്ന വെളുത്ത വിഷം, മാരക വിഷം നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഓരോ അവയവങ്ങളും ശരിക്കും ഭയപ്പെടുകയാണ് പഞ്ചസാരയെ. കാരണം പഞ്ചസാര എത്താൻ അവയവങ്ങൾക്ക് ഇഷ്ടമല്ല. കരളിനും വൃക്കയ്ക്കും നമ്മുടെ ഹൃദയത്തിനും തലച്ചോറിനും വയറിനും ഒന്നും ഇഷ്ടമല്ല പഞ്ചസാര. പക്ഷെ നമ്മൾ മധുരം വേണം എന്നൊരൊറ്റ കാരണത്താൽ പഞ്ചസാരയെ കൂട്ടുപിടിച്ചു. ആ പഞ്ചസാര നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പൊ വൈറ്റ് പോയിസണിലെ ഒന്നാമത്തെ സംഗതി ഞാൻ പറഞ്ഞു പഞ്ചസാര. രണ്ടാമത്തെ സംഗതി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, വെളുത്ത അരി. അപ്പൊ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കരൾ സംബന്ധമായ രോഗം വരാനുള്ള 2 കാരണങ്ങൾ ഇത് രണ്ടുമാണ്. അതിന്റെ കൂടെ നമുക്ക് ഇന്ന് ചില ഭക്ഷണ ശീലങ്ങൾ തുടങ്ങി. നമ്മൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അല്ലെ. ഇന്ന് എല്ലാ ഹോട്ടലുകളുടെയും പുറംഭാഗം രാത്രി കാലങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം, കുഴിമന്തിയും ഷവർമയും അതുപോലുള്ള പല തരത്തിലുള്ള പേരുകളിലും നമുക്ക് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വിദേശ കൾച്ചറാണ്, അറബ് കൾച്ചറൊക്കെയാണ്. പക്ഷെ അവിടുന്നൊക്കെ നമുക്ക് കിട്ടുന്നത് 100% പോഷക സമൃദ്ധമാണെങ്കിൽ അത് കേരളത്തിൽ എത്തുമ്പോഴേക്കും പല തവണ റെയ്ഡ് ചെയ്ത് പിടിച്ചാൽ പോലും പഠിക്കാതെ നമ്മൾ വീണ്ടും 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 പോയിട്ട് അതേ ഹോട്ടലുകളിൽ പോയിട്ട് അതേ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഇത് ശാരീരികമായിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, മാരകമായ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ കാരണം നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫാറ്റി ലിവർ അഥവാ കരൾ വീക്കം. അപ്പോ ശരിക്കും നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായ കരൾ, ഈ കരളാണ് നമ്മുടെ ശരീരത്തിലേക്ക് എന്തെത്തിയാലും അതിനെ വേർതിരിക്കുന്നത്. നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അവിടെ വേർതിരിക്കുന്ന ഒരു ജോലി ചെയ്യുന്നത് കരളാണ്. അപ്പൊ ഈ കരൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ നമ്മൾ കാണിക്കുന്ന തോന്നിയവസ്ഥകൾ കാരണം, നമ്മൾ കാണിക്കുന്ന അബദ്ധങ്ങൾ കാരണം അതിന് രോഗം വന്നാൽ പിന്നെ ആ ജോലി ആര് ചെയ്യും? ആരും ചെയ്യില്ല അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? കരളിന്റെ പ്രവർത്തനം നമ്മുടെ സ്ലോ ആയാൽ അല്ലെങ്കിൽ അത് കുറഞ്ഞാൽ കരൾ മാത്രം 100ഓളം ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ കരളിന്റെ ആരോഗ്യത്തിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്, ഭക്ഷണം. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മളെല്ലാവരും വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് വെൽനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. 2 വളരെയേറെ ശ്രദ്ധിക്കണം. മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ ഒന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ഒരു ശീലമോ അല്ലെങ്കിൽ ഒരു തോന്നലോ ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അത് വേണ്ടാന്ന് വെക്കുക തന്നെയാണ്. അല്ലാതെ കഴിച്ചു നോക്കാമെന്നോ അല്ലെങ്കിൽ കഴിച്ചാൽ എന്താ പ്രശ്നമെന്നോ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാം. കാരണം നമ്മുടെ നാവിന് മാത്രമാണ് ആ രുചി ആവശ്യമുള്ളൂ.
നാവ് കഴിഞ്ഞ് അങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം അപകടമാണ്. നമ്മൾ നാവിന്റെ രുചിക്ക് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ താഴോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് കരളിനും വൃക്കക്കും ഹൃദയത്തിനും തലച്ചോറിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഭക്ഷണം ഒഴിവാക്കണം. പ്രത്യേകിച്ച് നമ്മൾ പറയാറില്ലേ, രുചിയുടെ പിന്നാലെ പോകുമ്പോൾ രോഗം നമ്മുടെ പിന്നാലെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വം രോഗം നമ്മുടെ പിന്നാലെ വരാതിരിക്കണമെങ്കിൽ രുചി എന്ന് പറയുന്ന ഒരു മാസ്മരിക ലോകത്തിൽ നമ്മൾ മാറി നിൽക്കാം. രുചി നമുക്ക് വേണ്ട. കാരണം പണ്ടത്തെ ആളുകൾക്ക് കഴിച്ച ഭക്ഷണത്തിന് ഒരു തരത്തിലും രുചി ഉണ്ടായിരുന്നില്ല. ഇവർ കഴിച്ച ഭക്ഷണങ്ങളെല്ലാം രുചിയില്ലാത്ത ഭക്ഷണങ്ങളായിരുന്നു. ധാന്യങ്ങളും പച്ചിലകളും അല്ലെ, ധാരാളം പച്ചക്കറികളും അത് പച്ചയായിട്ട് തന്നെ കടിച്ചു തിന്നുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ശീലങ്ങൾ. പക്ഷെ നമ്മൾക്ക് ഇന്ന് എല്ലാം ടേസ്റ്റ് വേണം, രുചി വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്കും അതുപോലെ പാക്കറ്റ് ഭക്ഷണങ്ങളിലേക്കും മാറിയപ്പോൾ രോഗങ്ങൾ നമ്മൾ പിന്നാലെ വരുന്നൊരവസ്ഥയായി. ശരിക്കും ആലോചിച്ച് നോക്കാം. അടുക്കള, ആശുപത്രി, ഭക്ഷണം, മരുന്ന്, അമ്മ, ഡോക്ടർ, ഇതാണ് പഴയ കാലത്തെ ഒരു സൂത്രവാക്യം. ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അത് മരുന്നിന് തുല്യമാകണം. അതിനർത്ഥം എന്താണ്? രോഗം വരാൻ പാടില്ല. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം നമുക്ക് ശരിയായ ഒരു ഔഷധം തന്നെയാണ് എന്ന് പണ്ട് കാലത്ത് ആളുകൾക്ക് അറിയാം. അതായിരുന്നു കാര്യം, സത്യം. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് നമ്മുടെ അടുക്കളയാണ് ഏറ്റവും മാരക രോഗം പുറപ്പെടുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും, അമ്മമാരാണെങ്കിലും വീട്ടിലെ വീട്ടമ്മയാണെങ്കിലും ആരായിക്കോട്ടെ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഭക്ഷണത്തെ വളരെയേറെ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം, നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എന്ത് കഴിക്കുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല. പക്ഷെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ പ്രധാനമായതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യം ഉള്ളത് കൊണ്ടും നമ്മൾ അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 1 നമ്മുടെ വെളുത്ത അരി, 2 പഞ്ചസാര, 3 പറയുന്നത് ഫാസ്റ്റ് ഫുഡ് ഞാൻ പറഞ്ഞു. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച്, നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് ആളുകളുടെ മരണം. സാധാരണ പറയാറുണ്ട് മദ്യപാനം ഒരു കാരണമാണ് ലിവർ രോഗത്തിന്, അത് പറയാറുണ്ട് അല്ലെ. അതൊരു വലിയൊരു ശരിയുമാണ്. പക്ഷേ കാലം തെളിയിക്കുന്നത് മദ്യപാനം കൊണ്ട് മാത്രം ആളുകൾ മരിക്കുന്നില്ല. ഉദാഹരണം, നമ്മുടെ പ്രിയങ്കരനായ സിനിമാ നടൻ കലാഭവൻ മണിയുടെ മരണത്തിനൊരു കാരണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയത് അമിത മദ്യപാനം. അതേ സമയത്ത് മരണപ്പെട്ട വേറൊരു സിനിമാ സംവിധായകൻ ഉണ്ടായിരുന്നു, ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ഒരാൾ. അദ്ദേഹത്തിന്റെ പേര് രാജേഷ് പിള്ളൈ എന്നാണ്. ട്രാഫിക് എന്ന് പറയുന്നൊരു സിനിമ സംവിധാനം ചെയ്തത് അദ്ദേഹമാണ്. ഈ രാജേഷ് പിള്ളൈ എന്ന് പറയുന്ന ആളെ മദ്യപിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുമായിരുന്നു ധാരാളം. അതായത് പെപ്സിയും കൊക്കക്കോള, 7up പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് നിരന്തരം കഴിക്കുന്ന ആളായിരുന്നു. അപ്പൊ അതിനർത്ഥം മദ്യപിച്ചാൽ മാത്രമല്ല ഈ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന കാരണം. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ആ തരത്തിലുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഉറപ്പായിട്ടും രോഗ കാരണമാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ നമുക്ക് ഈ രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ, 1, നമുക്ക് യാതൊരു തരത്തിലുള്ള ശാരീരിക ആയാസങ്ങളോ വ്യായാമങ്ങളോ ഇല്ലാത്ത ആളുകൾ. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് രക്തോട്ടം അല്ലെങ്കിൽ രക്തവുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യം ശരീരത്തിന് ഉണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചെറിയ ചെറിയ ശാരീരിക ആയാസങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. അത് ഒരു തരത്തിലും എനിക്ക് വേണ്ട, ഞാൻ മെലിഞ്ഞ ആളാണ് അല്ലെങ്കിൽ ഞാൻ രോഗമില്ലാത്ത ആളാണ്, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാലഘട്ടമല്ല. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അവയവങ്ങൾക്കും ആരോഗ്യം നേടണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ നിർബന്ധമായിട്ടും രാവിലെ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട സമയം രാവിലെയാണ്. ഒരിക്കലും വൈകുന്നേരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്ന, ശരീരം ഉറങ്ങാൻ തയ്യാറെടുക്കുന്ന സമയമായതുകൊണ്ട് ആ സമയങ്ങളിൽ വ്യായാമം അല്ലെങ്കിൽ ശാരീരിക അധ്വാനം പാടില്ല. അതാണ് ശാസ്ത്രം. പക്ഷെ ഇന്ന് ജിംനേഷ്യങ്ങളിൽ 10-11 മണിക്കൊക്കെ ആളുകൾ കളിക്കുന്നത് കാണാം. ജിംനേഷ്യത്തിൽ പോയിട്ട് കളിക്കുന്ന കാണാം. അതുപോലെ തന്നെ വലിയ വലിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളിലൊക്കെ ആളുകൾ രാത്രിയൊക്കെ കളിക്കാറുണ്ട്. അത് ശാരീരികമായിട്ട് തെറ്റാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ശാരീരികമായിട്ട് നമ്മൾ വ്യായാമമോ ആയാസമോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാവിലെ ചെയ്യണം, 30 മിനിറ്റ് മിനിമം. അത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ശാരീരിക അവസ്ഥ പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ആ തീരുമാനം മടി എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് മുടങ്ങി പോകരുത്. മടി കൊണ്ടൊരിക്കലും നമുക്ക് ശരീരത്തിനൊന്നും ഗുണം കിട്ടാൻ പോകുന്നില്ല. മടി മാറ്റി വെച്ചുകൊണ്ട് ദിവസവും 30 മിനിറ്റ് നടക്കുകയോ സൈക്ലിങ്ങോ സ്കിപ്പിങ്ങോ നീന്തലോ, മഴക്കാലത്ത് കുളങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും, നീന്തൽ അറിയുന്ന ആൾക്കാര് നീന്താനൊക്കെ പോവാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മളെ കരളിനും അതുപോലെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ആരോഗ്യം പകരാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ശരീരത്തിന് ഏത് തരത്തിൽ നമ്മൾ ശരീരത്തെ പരിപാലിക്കണം എന്ന് പറയുമ്പോൾ പ്രധാനമാണ് നമ്മുടെ മനസ്സിന്റെ കാര്യം, അല്ലെ? ഇപ്പൊ മനസ്സ്
ആരോഗ്യത്തിലുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും എന്തും നേടാമെന്ന് പറയുന്ന ഒരു ധൈര്യം വരും. പല ആളുകളും സ്ട്രെസ് എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക്, ടെൻഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ആളുകളെ സംബന്ധിച്ചുള്ള കാരണം ആവാം, അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിലെത്താറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെൻഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സംഗതി ഇന്ന് വരെ ആർക്കും യാതൊരു തരത്തിലുള്ള ആരോഗ്യവും ഗുണങ്ങളും അല്ലെങ്കിൽ അതിനെ കൊണ്ടൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാനസികമായിട്ട് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യം നേടാൻ വേണ്ടുന്ന പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ നിർബന്ധമായിട്ട് എത്തണം. കാരണം നമ്മൾ ഓരോരുത്തരും മാനസികമായിട്ട് കൂടി ആരോഗ്യത്തിലിരുന്നാലാണ് നമുക്ക് ശാരീരികമായിട്ടും ആരോഗ്യം നേടാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ എത്ര ചിരിക്കുന്നോ അത്രയും നമുക്ക് ആരോഗ്യം വർദ്ധിക്കും. എത്ര നമ്മൾ ടെൻഷൻ അടിക്കുകയോ ദുഃഖിക്കുകയോ കരയുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യം നശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചിരിക്കുന്നതാണോ കരയുന്നതാണോ ദുഃഖിച്ചിരിക്കുന്നതാണോ ഏറ്റവും നല്ലത് എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഇതാണ് അവിടെ നമ്മൾ. ഇനി വേറൊരു കാര്യം, ലിവർ എന്ന അവസ്ഥ സാവധാനം മാറിയിട്ട് വരുന്ന ഒരവസ്ഥ, ഒരു ശാരീരിക അവസ്ഥയാണ് ലിവർ സിറോസിസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ലിവറിന്റെ ഒരു ശാരീരിക സൈസ് അല്ലെങ്കിൽ അതിന്റെ ഒരു വലിപ്പത്തിൽ നിന്നും ബോള് പോലെ വീങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. മലയാളികളിൽ 60% ഈ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണ സംസ്കാരം, ഭക്ഷണ രീതി നമുക്കുള്ളത് കൊണ്ടാണ് ഫാറ്റി ലിവർ വരുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അബ്ഡോമൻ. ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും ലാബിൽ പോയിട്ട് പറഞ്ഞാൽ അവർ ചെയ്തു തരും ഈ ഒരു സംഗതി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണം, ചെയ്യുകയും വേണം. അത് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതിനുള്ള മുൻകരുതൽ നമ്മൾ എടുക്കുകയും വേണം, അല്ലെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ഞാൻ പിന്നാലെ പറയുന്നുണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഫാറ്റി ലിവർ മാറിയിട്ട് ലിവർ സിറോസിസ് വരാൻ ഒരു കാരണം മദ്യപാനം തന്നെയാണ്. 30% ആളുകൾക്കും മദ്യപാനത്തിലൂടെയാണ് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. എന്താണ് ലിവർ സിറോസിസ്? ലിവറിന് ഒരുതരം ചൊറി പോലെ വരിക, പൊട്ട, ലിവർ ചൊറിഞ്ഞ് പൊട്ടുന്നൊരവസ്ഥ, അവിടുന്ന് രക്തം വാർന്ന് ഒലിക്കുന്നൊരവസ്ഥ. ഇന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട് മദ്യപിച്ചാൽ വരുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇന്ന് മാറിയിട്ട് അത് സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കുന്ന ആളുകൾക്കും അമിതമായ പഞ്ചസാരയും ബേക്കറി സാധനങ്ങളും ഹോട്ടൽ ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡും അല്ലെങ്കിൽ ചോറും അമിതമായിട്ടൊക്കെ ഈ 3 നേരം ചോറ് വേണമെന്നൊക്കെ വാശി പിടിക്കുന്ന മലയാളികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പൊതുവെ ഇത് മാറിയിട്ട് ഫാറ്റി ലിവർ മാറിയിട്ട് ലിവർ സിറോസിസിലേക്ക് എത്താറുണ്ട്. ആ ലിവർ സിറോസിസ് എത്തിയ പിന്നെ റിവേഴ്സ് അത് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഭക്ഷണം, നമ്മുടെ ചിന്ത, നമ്മുടെ ശാരീരിക ആയാസം, നമ്മുടെ മറ്റ് ഭക്ഷണ സംസ്കാരം, ദുശ്ശീലങ്ങൾ. കാരണം ഇന്ന് നമുക്കറിയാം, ഇന്ന് കാണുന്ന രോഗങ്ങളുടെ എണ്ണം 200-ന് മേലെയുണ്ട്. ഡയബറ്റീസ്, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, അങ്ങനെ പോകുന്ന രോഗങ്ങളുടെ എണ്ണം 200-ന് മേലെയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് കാലത്ത് വന്ന രോഗങ്ങളും ഇന്നത്തെ രോഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണ്ട് ആളുകൾക്ക് രോഗം വന്നത് രോഗാണുക്കൾ കൊണ്ട് മാത്രമാണ്. ബാക്ടീരിയയോ വൈറസോ ഫംഗസോ അങ്ങനെയുള്ള ഏതോ ഒരു കാരണമാണ് പണ്ട് ആളുകൾക്ക് കോളറ, മലേറിയ, മലമ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ പോക്സ് ഇതിനൊക്കെ കാരണം. പക്ഷെ ഇന്ന് ഫംഗസോ അല്ല, പകരം നമ്മുടെ ജീവിതശൈലിയിലെ പോഷകക്കുറവ്, ഉറക്കക്കുറവ്, വ്യായാമക്കുറവ്, ടെൻഷൻ, അന്തരീക്ഷ മലിനീകരണം, ദുശ്ശീലങ്ങൾ, അമിതമായിട്ടുള്ള മരുന്നിന്റെ ഉപയോഗം, ഓക്സീകരണം, ഇതാണ് ഇന്ന് ആളുകൾക്ക് രോഗം വരുന്ന കാരണമായിട്ട് ലോകാരോഗ്യ സംഘടന പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോ ഈ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ശീലങ്ങൾ, ദുശ്ശീലങ്ങൾ. മദ്യപാനം, പുകവലി പോലുള്ള ഇന്നത്തെ മയക്കുമരുന്ന് പോലുള്ള മാരകമായ അവസ്ഥ ഒരു കാരണമാണ്. ഇനി ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന വേറൊരു പ്രവണതയാണ്, എന്തെങ്കിലും രോഗം വന്നാൽ ഡോക്ടർമാരുടെ അടുത്ത് പോകും, മരുന്ന് കഴിക്കും. പക്ഷേ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെയും മരുന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് വാങ്ങുന്ന ആളുകളുടെ എണ്ണവും കൂടി വരികയാണ്, അല്ലെ? സ്വന്തം മോളെക്കാൾ ഇഷ്ടം ആളുകൾക്ക് പാരസിറ്റമോളാണ്. എന്താണ് കാരണം? പാരസിറ്റമോൾ ഒരു സൊല്യൂഷൻ ആണെന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചു. വീട്ടിൽ ഇത് വാങ്ങി സൂക്ഷിക്കും, എന്നിട്ട് അത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എടുത്തങ്ങ് വീഴുക. മനസ്സിലാക്കുക, ഒരു ഇംഗ്ലീഷ് മരുന്ന് നമ്മളൊരു സ്വർണം തൂക്കുന്ന ഒരു ത്രാസിലിട്ട് തൂക്കി കഴിഞ്ഞാൽ 2.5 മുതൽ 3 ഗ്രാം വരെ തൂക്കം ഉണ്ടാവും. അതിൽ 2.5 ഗ്രാമാണ് ഗുളികയുടെ തൂക്കമെങ്കിൽ 2 ഗ്രാമും ചുണ്ണാമ്പാണ്, 1/2 ഗ്രാമാണ് മരുന്ന്. അപ്പൊ ഈ
ഒരു ഗുളികയിൽ 2 ഗ്രാം എന്ന് പറയുമ്പോൾ 5ഉം 6ഉം ഗുളികകൾ ദിവസം 10ഉം 12ഉം ദിവസം ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ബോഡിയിലേക്ക് എത്തുന്ന ചുണ്ണാമ്പ് അല്ലെങ്കിൽ 100 നമ്മൾ പറയാറില്ലേ, ആ ഒരു അളവ് എത്രമാത്രം എത്തുന്നു. ഇതാണ് ഇന്ന് മുക്കിന് ഡയാലിസിസ് കേന്ദ്രങ്ങൾ കാണാനും അടുത്തടുത്ത വീടുകളിൽ കിഡ്നി രോഗികൾ ഉണ്ടാകാനും കാരണം. അപ്പൊ മനസ്സിലാവും, നമ്മുടെ ശ്രദ്ധിക്കണം. അതിന് പുറമെ നമ്മുടെ ശീലങ്ങൾ മാറ്റണം. നമ്മൾ അമിതമായിട്ട് മരുന്ന് കഴിക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കണം. അതിന്റെ കൂടെ നമ്മുടെ ഉറക്കം വളരെ പ്രധാനമാണ്. നമ്മൾ ഓരോ 6-8 മണിക്കൂർ ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അതൊരു പുനർജന്മം. അതായത് ചില ആളുകൾ അത്ര കിടന്നു എഴുന്നേൽ അല്ലെ കഴിഞ്ഞു, അദ്ദേഹത്തിന് കഴിഞ്ഞു, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മൾ രാവിലെ വീണ്ടും എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? നമുക്ക് ദൈവം വീണ്ടും കൂടി ദിവസം മാത്രമേ പറയണ്ടൂ, അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഉറങ്ങി നിൽക്കുന്നൊന്നുമില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ശീലങ്ങൾ, ശരീരത്തോട് ചെയ്യുന്ന തോന്നിയവാസങ്ങൾ നമ്മൾ ഓരോരുത്തർ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടുന്ന തിരുത്തലുകൾ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ, രോഗം അത് കിഡ്നി ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, ഹൃദയമായിക്കോട്ടെ, നമ്മൾ ഹൃദയത്തിന്റെ വിഷയം കുറിച്ച് വിശദമായി എല്ലാവരും ഒരു നിമിഷവും ബാക്കി വെക്കാൻ അവയവമാണ് അല്ലെ. അതുപോലെ തന്നെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കരൾ. ഈ കരളിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആന്റി ഓക്സിഡന്റ്, അതായത് നമ്മുടെ ബോഡിയിൽ ഇന്ന് രോഗം വരാൻ കാരണങ്ങളായ 8 കാരണങ്ങളിൽ അവസാനം ഞാൻ പറഞ്ഞൊരു കാരണമാണ് ഓക്സിഡേഷൻ. അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ 2 തരത്തിൽ പ്രവർത്തിക്കും. സിനിമയിൽ നമ്മൾ സാധാരണ കാണാറുണ്ട് വില്ലനും നായകനും. അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ശരീരത്തിലെത്തിയാൽ 2 സ്വഭാവം കാണിക്കുന്ന ആർക്കൊക്കെയാണ്? നല്ല സ്വഭാവം എന്ന് പറയുന്നത് പ്രാണവായു എന്ന ശ്വസനം, നമുക്ക് ശരീരത്തിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ ഓക്സിജൻ കിട്ടുന്ന ഒരു സ്വഭാവമാണ് ഓക്സിജന്റെ നല്ല സ്വഭാവം. പക്ഷെ അതേ സമയത്ത് സിനിമയിലെ വില്ലൻ എന്ന് പറയുന്ന പോലെ ഈ ഓക്സിജൻ തെറ്റായ രൂപത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ആർക്കൊക്കെയാണ് ഇത് പ്രവർത്തിക്കാറ്? മദ്യപിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കരളിനെ ലിവർ സിറോസിസിൽ എത്തിക്കാൻ, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഓക്സിജന്റെ 2ാമത്തെ സ്വഭാവമായ അല്ലെങ്കിൽ വില്ലൻ സ്വഭാവമായ ആ ഒരു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓക്സിഡേഷനെ മാറ്റാൻ നമുക്ക് വേണ്ടത് എന്താണ്? ആന്റി ഓക്സിഡന്റ്. അപ്പൊ എന്ത് ഭക്ഷണം കഴിക്കണം? നമ്മൾ എപ്പോഴും കൂടുതൽ പഴങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. പഴങ്ങൾ എന്ന് പറയുമ്പോൾ കഴിയുന്നതും സിട്രസ് ഫ്രൂട്ട്സ്, അതായത് മുസംബി, ഓറഞ്ച്, മുന്തിരി, അനാർ പോലുള്ള ഭക്ഷണ ഫ്രൂട്ട്സ് നമ്മളെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ദിവസവും ഒരു 300 ഗ്രാമെങ്കിലും പച്ചക്കറികൾ പച്ചയായിട്ട് കഴിക്കാം. ക്യാരറ്റ്, അതുപോലെ നമ്മുടെ കുക്കുംബർ, കോവക്ക, ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. ഞാനൊരു പൊതുവായിട്ടൊരു ലിസ്റ്റ് പോലെ പറയാണ്. അതുപോലെ നമ്മുടെ തക്കാളി, ഇങ്ങനെയുള്ള ഒരു വെജിറ്റബിൾ സാലഡ് പോലെ കഴിക്കാം. അതിൽ നിങ്ങൾക്ക് ഏത് പച്ചക്കറിയാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്തിട്ട് അത് മാത്രം കഴിക്കാം. എന്ത് തന്നെയായാലും ദിവസം ഒരു 300 ഗ്രാംസ് എങ്കിലും മിനിമം പച്ചക്കറി നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള, ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളിലേക്ക് എത്താതിരിക്കാനും പിന്നെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും നമുക്ക് പറ്റും. അതുപോലെ നമ്മൾ ഭക്ഷണത്തിനകത്ത് പച്ചിലകൾ ധാരാളം ഉൾപ്പെടുത്താം. നമുക്ക് എന്തൊക്കെ പച്ചിലകൾ കിട്ടും? ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് നമുക്കറിയാം മുരിങ്ങയില, അല്ലെ. മുരിങ്ങയില എന്ന് പറയുന്നത് ഏതൊക്കെ ഭക്ഷണത്തെക്കാളും സൂപ്പറാണ്. അതുകൊണ്ടാണ് അതിനെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. അയൺ വർദ്ധിപ്പിക്കണോ, രക്തോട്ടം വർദ്ധിപ്പിക്കണോ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണോ, നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീന്റെ അളവ് കൂട്ടണോ, അയൺ കണ്ടന്റ് കൂട്ടണോ, എന്ത് വേണമെങ്കിലും ചെയ്തു തരുന്ന ഒരു കാര്യമാണ് മുരിങ്ങ എന്ന് പറയുന്നത്, മുരിങ്ങയില. അപ്പൊ മുരിങ്ങ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ട് മുരിങ്ങയെ കുറിച്ച്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയേറെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ വെള്ളം, നമുക്കറിയാം വെള്ളത്തിന്റെ പ്രാധാന്യം, അല്ലെ. എന്തിനാണ് വെള്ളം? നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ അറിയാതെ ഭക്ഷണത്തിലൂടെയും ശ്വസിക്കുമ്പോഴൊക്കെ എത്തിയ വിഷാംശങ്ങളെ പുറന്തള്ളുന്ന ജോലി കൂടി ചെയ്യുന്നത് വെള്ളമാണ്. അപ്പൊ ദിവസവും നമ്മൾ നിർബന്ധമായിട്ടും വെള്ളം ധാരാളം കുടിക്കുക. ധാരാളം എന്ന് പറയുമ്പോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ? 2 ഗ്ലാസ് ആണോ, 3 ഗ്ലാസ് ആണോ? അല്ല, ഞാൻ പറയുന്നത് ധാരാളം എന്ന് പറയുന്നത് ഒരളവുണ്ട്. ദിവസം ഒരു 2 മുതൽ 3 വരെ ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണം. ഇനി ആർക്കെങ്കിലും അത് ഒരു 4 ലിറ്റർ വരെ ആക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ബോഡിയിൽ അത്രയും പ്രധാനമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? വെള്ളത്തിന്റെ അളവ് എങ്ങനെയാണ്?
വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത്? പല ആളുകൾക്ക് സംശയമാണ് വെള്ളം കുടിക്കേണ്ട സമയം, വെള്ളം കുടിക്കേണ്ട അളവ്, ഇതൊക്കെ സംശയമാണ്. മലയാളികൾക്ക് ഈ സംശയമുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് മലയാളിക്ക് ഭക്ഷണം വാരി വലിച്ചു കഴിക്കാൻ ഒരു പ്രയാസമില്ല, അത് എത്ര വേണം കഴിച്ചോളും. പക്ഷെ വെള്ളം കുടിക്കുന്ന കാര്യത്തിനെ കുറിച്ച് വലിയ ധാരണയുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ കുറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുകയാണല്ലോ, അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, വെള്ളം എന്ന് പറയുന്നത് ദിവസവും രാവിലെ എഴുന്നേറ്റാൽ വെറും വയറ്റിൽ 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. പച്ചവെള്ളം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ കുടിവെള്ളം, നിങ്ങളുടെ വീട്ടിലെ കുടിവെള്ളം എന്താണോ അതാണ് ഞാൻ പറയുന്നത്. കുടിവെള്ളം എന്ന് പറയുമ്പോൾ ചായയും കാപ്പിയും ജ്യൂസ് ഒന്നും ഉൾപ്പെടുത്തരുത്. കുടിവെള്ളം എന്ന് പറയുമ്പോൾ കുടിവെള്ളം തന്നെയാണ്, ശുദ്ധമായ വെള്ളം. രാവിലെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഭക്ഷണ സമയത്ത് ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക. വെള്ളം എടുത്തു വെക്കാം, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്ന് നനക്കാം. പക്ഷെ നിർബന്ധമായിട്ടും ഭക്ഷണ സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുക. അല്ലാത്ത സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കാം. ഒഴിവ് നേരങ്ങളിലെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കിയിട്ട് വെള്ളത്തിന് ആശ്രയിക്കുക. വെള്ളം എപ്പോഴും കയ്യിൽ കരുതുക. ദിവസം രാത്രി ഉറങ്ങാനാവുമ്പോഴേക്കും നിങ്ങൾ നിർബന്ധമായിട്ടും 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിച്ചെന്ന് ഉറപ്പിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ഈ തരത്തിൽ ശ്രദ്ധിച്ചു കുടിക്കുകയാണെങ്കിൽ, ഞാനൊരു ചെറിയൊരു കണക്ക് കൂടി പറയാം. 1 മണിക്കൂർ 2 ഗ്ലാസ് വെള്ളം അങ്ങനെ കുടിച്ചാൽ പോലും നമുക്ക് രാത്രി ആകുമ്പോഴേക്കും ഒരു 3 ലിറ്റർ വെള്ളത്തില് 3 ലിറ്ററിലേക്ക് വെള്ളം എത്തിക്കാൻ ഒരു പ്രയാസം ഉണ്ടാകും. അപ്പൊ വെള്ളത്തിന്റെ കാര്യം വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഉറക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, വെള്ളം പറഞ്ഞു, ഭക്ഷണം പറഞ്ഞു. ഇനി എന്താണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം? നമ്മുടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ചില എന്താ പറയണ്ടേ ഭക്ഷണ ശീലങ്ങളിൽ ചിലതാണ് ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, അതുപോലെ സാധാരണ കാണുന്ന പലതരത്തിലുള്ള മിഠായികൾ, കളർ മിഠായികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കരളിനെ മാരകമായി ബാധിക്കുമെന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ കുട്ടികളെ പോലും വില കൊടുത്ത് രോഗങ്ങളാക്കുന്ന അവസ്ഥയാണ്. കുട്ടികൾ പലപ്പോഴും ദുശ്ശീലങ്ങൾ കാണിക്കും, ചാട്യം കാണിക്കും, കരയും, നിലത്ത് കിടന്ന് ഉരുളും ഒക്കെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഐസ്ക്രീമിനോ ചോക്ലേറ്റ്സിനോ ഒക്കെ വേണ്ടിയിട്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ കുട്ടിയെ ബോധവൽക്കരിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ, അല്ലെങ്കിൽ കുട്ടി കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുക്കാതിരിക്കുക ചെയ്താൽ ആ കുട്ടിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. അല്ലെങ്കിൽ RCC പോലുള്ള ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രങ്ങളിൽ നമ്മളൊന്ന് പോയി നോക്കുക. അവിടെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഈ തരത്തിലുള്ള മാരക രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ ഒന്ന് പോയി കാണുക. ഒരു 2-3 ദിവസം ലീവൊക്കെ ഉള്ള ദിവസം വെറുതെ കുട്ടികളെയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുട്ടികളൊന്ന് നേരിട്ട് കാണിക്കുക. കാരണം ഇന്നത്തെ ഭക്ഷണശീലങ്ങൾ അത്രയും മാരകമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ റെഡ് മീറ്റ്, നമുക്കറിയാം, ബീഫും മട്ടണും റെഡ് മീറ്റ് ആണ്. ഈ റെഡ് മീറ്റിന്റെ അമിത ഉപയോഗം മലബാറിൽ കൂടുതലാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ കൂടുതലാണ്. മലപ്പുറം ജില്ലയിലുള്ളവരാണ് കൂടുതൽ എന്നെ വിളിക്കാറ് പലപ്പോഴും. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ബീഫും മട്ടണും ഭക്ഷണം തന്നെയാണ്, അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് നല്ലതായിരിക്കണം, കഴിക്കുന്നതിന്റെ അളവ് കുറവായിരിക്കണം. ദിവസവും കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം നമുക്കറിയാം, ബീഫും മട്ടണും എന്ന് പറയുന്നത് ഒരു ജന്തുവിന്റെ ഇറച്ചിയാണ്. ചിക്കൻ എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ ഇറച്ചിയാണ്. എല്ലാം ഇറച്ചിയാണ്, പക്ഷെ ഒന്ന് വൈറ്റ് മീറ്റ് ആണ്. ചിക്കൻ എന്ന് പറയുന്നത് കോഴി ഇറച്ചി ഒരു വൈറ്റ് മീറ്റ് ആണ്. പക്ഷെ മറ്റേത് റെഡ് മീറ്റ് ആണ്. എന്താ വ്യത്യാസം? ഈ റെഡ് മീറ്റ് നമുക്ക് കഴിക്കുമ്പോൾ കൂടുതൽ ശരീരത്തിനകത്ത്, നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ആനിമൽ കണ്ടന്റ് കൂടി വരും. അപ്പൊ എന്താവും? അത് കിഡ്നിക്കും ലിവറിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ ഇറച്ചി ഭക്ഷണങ്ങളായ മീറ്റ്, അതായത് നമ്മുടെ ബീഫ് നിർബന്ധമായിട്ടും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ബീഫും മട്ടണും നിർബന്ധമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക. നല്ലത് മാത്രം കഴിക്കുക, വളരെ കുറച്ച് കഴിക്കുക. അങ്ങനെ ശീലം നമ്മൾ തുടങ്ങുക. അതിന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ കോഴി ഇറച്ചി ആണ് കഴിക്കുന്നെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ എന്താ പറയാ ബ്രോയിലർ കോഴി ഒഴിവാക്കാം. കാരണം ഒഴിവാക്കുക എന്ന് പറയുന്നത് 6 ആളുകൾക്ക് എന്ത് എളുപ്പമല്ലെന്ന് എനിക്കറിയാം. കാരണം ഇപ്പം നമ്മൾ കുഴിമന്തി കഴിക്കുമ്പോൾ അതിന്റെ മേലെ വരുന്ന അൽഫാം അല്ലെ, അത് ഉറപ്പായിട്ടും ബ്രോയിലർ കോഴിയാണ്. അതുപോലെ ഷവർമ്മക്ക് ഉപയോഗിക്കുന്ന ബ്രോയിലർ കോഴിയാണ്. വീടുകളിൽ സാധാരണ വാങ്ങുന്നത് ബ്രോയിലർ കോഴിയാണ്. കല്യാണ വീടുകളിൽ ബ്രോയിലർ കോഴിയാണ്. എന്താണ് ബ്രോയിലർ കോഴിയുടെ പ്രശ്നം എന്നറിയോ? സാധാരണ ഒരു കോഴി വളർന്ന് 2.5-3 കിലോ ആവണമെങ്കിൽ എത്ര സമയം എടുക്കും? ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും എടുക്കും. പക്ഷേ നമുക്ക് ഇന്ന് കിട്ടുന്ന ബ്രോയിലർ കോഴിയുടെ സമയത്തിന് എന്നറിയോ? കൂടി വന്നാൽ 27 ദിവസം. അതായത് 6 മാസം കൊണ്ട് കൊത്തിത്തിന്ന് വളരേണ്ട കോഴിയെ 27 ദിവസം കൊണ്ട് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ കുത്തിവെച്ച് വലുതാക്കിയിട്ട്
അത് നമുക്ക് തരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയിലേക്ക് അനാവശ്യമായി സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ പ്രവേശിക്കുന്നു. ഈ ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സ്ത്രീ ശരീരത്തിൽ നിലവിലുള്ള ഒരു കാര്യമാണ് എന്ത്? സ്ത്രീ ഹോർമോൺ. അതാണല്ലോ അവർ സ്ത്രീ എന്ന് പറയുന്നത്. അവർക്ക് സ്ത്രീ ശബ്ദമായതും മുടി നീണ്ടു വരുന്നതും ശരീരത്തിലെ പല അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും അവയവങ്ങളും ഒക്കെ സ്ത്രീയുടെ ആ ഒരു ഘടനക്കനുസരിച്ചാണ് നിർമ്മിച്ചത്. അപ്പൊ സ്ത്രീ ശരീരത്തിനകത്ത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ഉള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പുരുഷ ശരീരത്തിൽ നേരിയ അളവിൽ മാത്രമാണ് ഈസ്ട്രജൻ ആവശ്യമുള്ളൂ. പക്ഷേ ബ്രോയിലർ കോഴിയുടെ അമിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം മാരകമാണ്. അതുകൊണ്ട് ബ്രോയിലർ കോഴിയുടെ ഉപയോഗം വല്ലപ്പോഴൊക്കെ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ റെഗുലർ ആയിട്ട് ബ്രോയിലർ കോഴി ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക. പകരം ലഗോൺ കോഴിയോ നാടൻ കോഴിയോ ഉപയോഗിക്കുക. നല്ല മത്സ്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണകരമാണ്. അതായത് നമുക്കറിയാം, ഇന്ന് മത്സ്യം ഒരു ഭീഷണിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം കടലിൽ ഉണ്ടാവുക ചില പ്രശ്നങ്ങൾ. അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം സ്വീകരിക്കുമ്പോൾ, ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ മത്സ്യവും നമുക്ക് നല്ല ഭക്ഷണമാണെന്ന് അറിയാം. എല്ലാവർക്കും ഞാൻ പറയേണ്ട കാര്യമല്ലെങ്കിലും മത്സ്യം കഴിക്കാത്ത ആളുകൾക്ക്, മത്സ്യം അധികം കഴിക്കാത്ത ആളുകൾക്ക് മത്സ്യം നല്ലൊരു ഭക്ഷണമാണെന്ന് മനസ്സിലാക്കാം. അതും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കോഴിമുട്ട, നല്ല കോഴിമുട്ട, ബ്രോയിലർ കോഴിയുടെ അല്ലാത്ത നല്ല കോഴിമുട്ട കിട്ടുമെങ്കിൽ, പ്രത്യേകിച്ച് നാടൻ മുട്ട തന്നെയാണെങ്കിൽ ദിവസവും ഒരു മുതിർന്ന ആൾക്ക് 3 വരെ മുട്ട കഴിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഒരു പൊതുവെ ആരോഗ്യത്തിനും നമ്മളെ കരളിന്റെ ആരോഗ്യത്തിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ടത്തെ 60 മുതൽ 100 വർഷം മുമ്പ് ആളുകൾ കഴിച്ച ഭക്ഷണമെല്ലാം നമ്മൾ ഇന്ന് കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ടും, ഞാൻ ഭക്ഷണത്തെ കുറിച്ച് കുറേയേറെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടും നമ്മുടെ ഭക്ഷണം പൂർണ്ണമാകുന്നില്ല. കാരണം അത് അമേരിക്കൻ പ്രസിഡന്റ് കഴിച്ചാലും പഞ്ചായത്ത് പ്രസിഡന്റ് കഴിച്ചാലും നമ്മുടെ ഭക്ഷണ രീതി മാറി, പാചക രീതി മാറി, കൃഷി രീതി മാറി, നമ്മൾ കഴിക്കുന്ന സംസ്കാരം മാറി, ഒക്കെ മാറിയപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനകത്ത് ആവശ്യമുള്ള പോഷകങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്താത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട പോഷകങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റും, പ്രതിരോധ ശേഷി കുറയും, അവയവങ്ങൾക്ക് രോഗം പിടിപെടും. അത് മാറ്റാൻ നമ്മൾ മാരകമായ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. മരുന്ന് പരാജയപ്പെടുമ്പോൾ മുറിച്ചു മാറ്റപ്പെടേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ എത്തും. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിനകത്ത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാനും പ്രശ്നങ്ങൾ വന്ന് മാറ്റാനും ലോകാരോഗ്യ സംഘടന തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് നല്ല ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പോഷകങ്ങളെ ഭക്ഷണത്തിൽ കിട്ടാത്തത് കൊണ്ട് ഭക്ഷണത്തിന്റെ കൂടെ ചേർത്ത് കഴിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കിത് നിലവിലുണ്ട്. അത് ഗവൺമെന്റ് അംഗീകൃതമാണ്, ലീഗലാണ്. നമുക്ക് അതിനെ വിശ്വസിച്ച് നല്ല ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി കഴിക്കാം. അങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കൃത്യമായ ആരോഗ്യം കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് സപ്ലിമെന്റ് ആണ് കഴിക്കേണ്ടത്? നമുക്കറിയാം, സാധാരണ നാച്ചുറൽ ഫുഡ് സപ്ലിമെന്റ് അവൈലബിൾ ആണ്, സിന്തറ്റിക് ഫുഡ് സപ്ലിമെന്റ് അവൈലബിൾ ആണ്. സിന്തറ്റിക് സപ്ലിമെന്റ്സ് ആരാണ് നിർമ്മിക്കുന്നത്? ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉണ്ടാക്കും. അതിന്റെ പ്രശ്നം എന്താണ്? സൈഡ് എഫക്ട് ഉറപ്പായിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് ആരാണ് ഉണ്ടാക്കുക? അത് ന്യൂട്രാസ്യൂട്ടിക്കൽ വിഭാഗമാണ് ഉണ്ടാക്കുക. അത് മെഡിക്കൽ ഷോപ്പുകൾ കിട്ടുമോ? കിട്ടില്ല. എന്താ അതിന്റെ ഗുണം? സൈഡ് എഫക്ട് ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് സൈഡ് എഫക്ട് ഇല്ലാത്ത ഫുഡ് സപ്ലിമെന്റ് കഴിക്കുമ്പോഴാണ് ശാരീരികമായിട്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കിയെടുക്കാനും വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും സഹായിക്കുള്ളൂ. അങ്ങനെ നമുക്ക് പറയാവുന്ന, നിങ്ങൾ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു ഓർഗനൈസേഷൻ നിങ്ങൾക്ക് തരുന്ന ലിവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിവർ ഹെൽത്ത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു ശാരീരിക അവസ്ഥ ഉള്ള ആളുകൾക്ക് അത് മാറ്റാനും അല്ലെങ്കിൽ അത് വരാതിരിക്കാനും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. അതിന്റെ കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമുക്ക് ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റാൻ വേണ്ടി ചില ആന്റി ഓക്സിഡന്റ്സ് കൂടി വേണം. അതിലൊന്നാണ് നമ്മുടെ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ്. കുർക്കുമിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മഞ്ഞളിന്റെ ഒരു കണ്ടന്റ് ആണ്. മഞ്ഞളിൽ അത് എക്സ്ട്രാക്ട് ചെയ്തൊരു കണ്ടന്റ് ആണ്. അത് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എത്തുന്ന വിഷാംശങ്ങളും മാലിന്യങ്ങളും പുറന്തള്ളാനും കരളുമായിട്ട് ബന്ധപ്പെടുന്ന വീക്കങ്ങൾ കുറക്കാനും ഇൻഫ്ലമേഷൻസ്, അതായത് നീർക്കെട്ടുകളൊക്കെ ഒഴിവാക്കിയെടുക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് നമുക്കറിയാം കുർക്കുമിൻ. അപ്പോൾ നമ്മുടെ ലിവർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് നമ്മൾ കഴിക്കുന്നതിന്റെ കൂടെ കുർക്കുമിൻ നമുക്ക് നിർബന്ധമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ക്രില്ല്, ഈ ഒരു കണ്ടന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചില സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടോക്സ് ക്ലീൻ. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് എത്തുന്ന ടോക്സിൻ
പുറന്തള്ളാൻ സഹായിക്കുന്ന ടോക്സ്ക്ലീൻ നമുക്ക് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ CMD എന്ന് പറയുന്നൊരു പ്രയോഗം നമുക്കറിയാം. നമ്മൾ വെള്ളത്തിനകത്ത് ഡ്രോപ്സ് ഇട്ടിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. വെസ്റ്റീജിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് CMD പ്രൊഡക്റ്റ് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കഴിക്കാന്നുള്ളത്. അത് ഉറപ്പായിട്ട് നമുക്ക് നമ്മുടെ വെള്ളത്തിന് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതൊക്കെ നമ്മുടെ കരളിനും അതുപോലുള്ള മറ്റു അവയവങ്ങളെയും ഹെൽത്തി ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് പൊതുവെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ പോഷക സപ്ലിമെന്റുകൾ. ഏതായാലും ഇത്രയും നേരം എന്റെ ഈ ഒരു ക്ലാസ് കേട്ടിരുന്ന ആളുകൾക്ക് ഞാൻ എന്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഇന്ന് കേട്ട സെഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കണ്ടെങ്കിൽ ചോദിക്കാവുന്ന കേട്ടോ. പെട്ടെന്ന് വേണം. അത് സാറിന് പെട്ടെന്ന് നമ്മൾ സാറിന് ഒഴിവാക്കി കൊടുക്കണം. ശരീരവേദന മാറാനും ശരീരം ഭയങ്കര ക്ഷീണം എപ്പോഴും കൂട്ടുകാരിട്ടുണ്ടോ? അത് മാറാൻ എന്തെങ്കിലും മരുന്നുണ്ടാവും? എന്താ ഒന്നുകൂടി ചോദിക്കോ? ശരീരവേദന, ഭയങ്കര ശരീരവേദന, കാലിന്റെ അടി വേദന, കാലുവേദന ഒക്കെ, പിന്നെ എപ്പോഴും കൂട്ടുകാരും അതൊക്കെ മാറാൻ എന്തെങ്കിലും മരുന്നുണ്ടോ? ആ, കേട്ടില്ല. ശരീരവേദന മാറാനേ? ശരീരവേദന പൊതുവായിട്ട് എവിടെയാണ് വേദന? മൊത്തമായിട്ടുള്ള വേദനയാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും? അല്ല, ഷോൾഡർ വേദന, മൊത്തമായിട്ട് വേദന. ശരി, ഞാൻ പറയാം. അതായത് ഒന്നുകിൽ നിങ്ങളുടെ ബോഡിയിൽ ബ്ലഡ് കുറവുണ്ട്, ഹിമോഗ്ലോബിൻ കുറവാണ്. അപ്പൊ നമ്മളെ ബോഡിയിൽ എവിടെയെങ്കിലും ഒക്കെ നീർക്കെട്ടുകൾ ഉണ്ടാവും, അപ്പൊ ശരീരത്തിന് വേദന ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് പൊതുവെ പ്രതിരോധ ശേഷി കുറഞ്ഞാല് നമുക്ക് ഈ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നീർക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ നടുവിന്റെ ഭാഗം, പുറത്തിന്റെ ഭാഗം, കഴുത്തിന്റെ ഭാഗം, ഷോൾഡർ, മുട്ട്, മടമ്പ്, ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ നീർക്കെട്ടുകൾ ഉണ്ടെങ്കിലും വേദന ഉണ്ടാവും. അത് നമ്മൾ പൊതുവെ ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, പൊതുവായിട്ടൊരു വേദനയായിട്ട് തോന്നും. അങ്ങനെ ആണോ? ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണോ? ഞാൻ ആദ്യം പറഞ്ഞാണ് രണ്ടാമത്? പൊതുവെ എല്ലായിടത്തുള്ള വേദനയാവും. ഓക്കെ. അപ്പൊ നമ്മളെ ബോഡിയിൽ, നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 55. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, വീട്ടുജോലി തന്നെ. വീട്ടുജോലിയുള്ളൂ അല്ലെ? പൊതുവെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കുറവാണോ? സമയത്ത് കഴിക്കാറുണ്ട്? എങ്ങനെയാ? സമയത്ത് കഴിക്കും. പക്ഷെ കഴിക്കുന്ന അളവ് ഒക്കെ ആവശ്യം കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ മക്കൾക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടുന്ന അവസ്ഥയാണോ? അല്ല, കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കി എടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടോ? ഇന്നത്തെ ഭക്ഷണം ബാക്കി വന്നു ഫ്രിഡ്ജിൽ വെച്ചു ചൂടാക്കി, അതൊക്കെ ചിലപ്പോ കഴിക്കാറുണ്ട്. ചിലപ്പോ അല്ല, ദിവസവും ഉണ്ട്. ദിവസമല്ലേ, എപ്പോഴെങ്കിലും ഉള്ളൂ. വർഷത്തിലൊരിക്കലാണോ? അല്ല, ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അധികം ഉണ്ടാവില്ല. അധികം ഞാൻ ചൂടാക്കി വെക്കാം. അതായത് ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കൽ ചൂടാക്കി കഴിച്ച ഭക്ഷണമാണ് സാധാരണ ഭക്ഷണം എന്ന് പറയുന്നത്. അത് തണുത്ത് വീണ്ടും ചൂടാക്കിയാൽ അത് വിഷം എന്നാണ് പറയാ. അത് നിങ്ങളല്ല പറയാ, ഞങ്ങൾ പറയാ വിഷം എന്നാണ്, പോയിസൺ. അപ്പൊ ഒരിക്കലും ഒരു ഭക്ഷണം വീണ്ടും ചൂടാക്കാൻ പാടില്ല, ഒരു പാചക എണ്ണ വീണ്ടും ചൂടാക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പ്രതിരോധ ശേഷിയെ കുറക്കും, ബ്ലഡ് കുറക്കും, ബ്ലഡിന്റെ ഓട്ടത്തെ കുറക്കും. അതിന്റെ കൂടെ നമുക്ക് രോഗങ്ങൾ വരാനുള്ള വഴി തെളിയിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വേദനയൊക്കെ വന്നു, അതൊക്കെ ഇങ്ങനെ സഹിച്ച് ജീവിക്കും. പക്ഷെ ഒരു ദിവസം അത് വലിയ രോഗമായിട്ട് വന്നാലോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു ഡോക്ടർക്ക് 150 മുതൽ 300 വരെ രോഗികളാണ് ഒരു ദിവസം ബുക്ക് ചെയ്യുന്നത്. പക്ഷെ നാളെ നിങ്ങൾ അതേ ഡോക്ടറെ അടുത്ത് പോയിരുന്നാൽ ആ രോഗികളല്ലല്ലോ, വേറെ 300 പേരാണ്. പിറ്റേന്ന് വേറെ 300 രോഗികളാണ്. ഇവരൊക്കെ ഇത്രയധികം രോഗികൾ ഓരോ ഡോക്ടർമാർക്കും കൂടാൻ കാരണം എന്താണ്? നമ്മുടെ ഭക്ഷണം തന്നെയാണ് പ്രധാനമായിട്ടും. അപ്പം ഭക്ഷണത്തിനകത്ത് ഗുണങ്ങളുമില്ല, ദോഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലോ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാകാൻ ശ്രമിക്കുക. കഴിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ജീവിക്കുന്ന ആള് ധാരാളം ഉണ്ട്. ഭക്ഷണം കഴിച്ചില്ല മരിച്ചൊന്നും പോയില്ല. പക്ഷെ കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് രോഗങ്ങൾ വരുത്തുന്നതെങ്കിൽ ഭക്ഷണം വളരെ ശ്രദ്ധിക്കാം. അതിന്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി അതിന്റെ കൂടെ നിങ്ങൾ ഫോളിക് ആൻഡ് അയൺ എന്ന് പറയുന്ന സപ്ലിമെന്റും അതുപോലെ കാൽഷ്യം നിറഞ്ഞ സപ്ലിമെന്റും നിർബന്ധമായിട്ടും കഴിക്കുക. ഒമേഗ ഫ്ലാക്സ് ഓയിൽ ഉണ്ടല്ലോ, അതും കൂടി കഴിക്കാം. 3 നേരം ഇത് കഴിച്ചാൽ നിങ്ങളെ ഈ വേദന കുറയും കേട്ടോ. പിന്നെ ഒന്നുകൂടി ചോദിക്കാണ്ട്, ഈ തുമ്മല്, ഭയങ്കര തുമ്മലിന്റെ മോക്ക് 15 വയസ്സായിട്ടുള്ളൂ, എന്നും തുമ്മല, എവിടെ കാട്ടിട്ട് മാറ്റില്ല, ഒരു അസുഖം ഒരു മരുന്ന് ഒത്തിരി തുമ്മൽ എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങള് നമ്മുടെ പിന്നെ ഈ വെസ്റ്റീജിന്റെ ഇതുണ്ടല്ലോ, വൈറ്റമിൻ സി അല്ലെങ്കിൽ ആംല, അതും കൊടുക്കുക, ശതാവരിയും കൊടുക്കുക.
അത് രണ്ടും കൊടുത്താൽ 15 വയസ്സല്ലേ, ആ ഫോളിക് അയണും കൂടി കൊടുത്താൽ ഹീമോഗ്ലോബിനും കൂടുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും. നിർബന്ധമായിട്ടും വേണ്ടത് ആംല അല്ലെങ്കിൽ വൈറ്റമിൻ സി, അതിന്റെ കൂടെ ഫോളിക് അയൺ കൊടുക്കുക, ശതാവരിയും കൊടുത്തു കേട്ടോ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? കഴിയുന്നതും എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത സെഷൻ, ഇന്ന് സാറ് ചെയ്ത സെഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഫാറ്റി ലിവർ വരുമ്പോഴേ കാലിന് നീര് വരും. കാലിന് നീര് വരും, നല്ല ക്ഷീണം ഉണ്ടാവും, മുഖത്തൊക്കെ ചില കളർ ചേഞ്ചസ് ഒക്കെ വരും. ഫാറ്റി ലിവർ രൂക്ഷമായി വരുന്ന സമയത്ത് പെട്ടെന്നൊന്നും നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണൂല. പക്ഷെ ചില ആളുകൾക്ക് കാലിനൊക്കെ നീര് വരും, തൂക്കിയിട്ടിരിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ കാലിന് നീര്, മടമ്പിന്റെ ഭാഗത്ത് നീര് വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കടുത്ത ക്ഷീണമായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ പകല് കിടന്നാലൊന്നും ഉറക്കം വരില്ല, രാത്രി ഉറക്കം വരില്ല, പക്ഷെ നല്ല ക്ഷീണമുണ്ട്, എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പിന്നെ അവരുടെ നെഞ്ചിന്റെ ഭാഗവും കഴുത്തിന്റെ ഭാഗമൊക്കെ ചുരുങ്ങി പോവും, പക്ഷെ വയറ് നല്ല വീർപ്പായിരിക്കും, നല്ലോണം എപ്പോഴും എന്താ പറയണ്ടത്, വീർത്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും വയറ്. ഫാറ്റി ലിവർ കൂടുതലുണ്ടെങ്കിൽ. ഫാറ്റി ലിവറിന് പല ഘട്ടങ്ങളുണ്ട്, ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഘട്ടങ്ങളിൽ 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തിപ്പോയാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അപ്പൊ കാലിന് നീര് ഉണ്ടാവും, അത് ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് പോയിട്ട് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യുക, അതിന്റെ കൂടെ സപ്ലിമെന്റ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റാം കേട്ടോ. എന്തൊക്കെ കൊടുക്കണ്ടേ? ഓ കാലിന് നീര് മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്നാണോ? അല്ല, കാലിന്റെ മുട്ടിന്റെ മുട്ടിന്റെ പാട ലയിക്കാണെന്ന് പറഞ്ഞ, അപ്പൊ അതിനെന്താ ചെയ്യാ? ഒന്നുകൂടി പറയാ. കാലിന്റെ മുട്ടിന്റെ പാടേ മുട്ട് തേയ്മാനം അല്ലെ? വേദന ഉണ്ടായിട്ട് പോയപ്പോ പാട നീങ്ങിക്കാന്നാ പറഞ്ഞത്, തേമാനല്ലത്ര. അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? ഞാൻ സപ്ലിമെന്റ് ഒക്കെ കുടിക്കണുണ്ട്. ഞാൻ ഏത് സപ്ലിമെന്റ് പ്രത്യേകിച്ച് ഒന്ന് കുടിക്കണ്ടേ? എന്താ നിങ്ങൾ കുടിക്കുന്നത്? ഞാന് പിന്നെ ഫ്ലാക്സ് ഓയിലും അമ്ലിൻ നോനി പിന്നെ അടിക്കണുണ്ട്, CMT കുടിക്കണ്ട്, പിന്നെ കാൽസ്യം ഉണ്ട്. മാറ്റമില്ല അല്ലെ? മാറ്റത്തിപ്പോ ആദ്യമൊക്കെ നല്ല മാറ്റായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഒരു 15 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ തേമാനം അനുസരിച്ച് ഈ സപ്ലിമെന്റ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോ നിങ്ങളിപ്പോ പറഞ്ഞതിനകത്ത് ഗ്ലൂക്കോസമൈൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് അതാണ്. അപ്പൊ അതും കൂടി ചേർക്കുക. പിന്നെ ഗ്ലൂക്കോസമൈൻ, കാൽഷ്യം, അതുപോലെ ഫ്ലാക്സ്, ഇത് 3 നിർബന്ധമാണ് ഈ പ്രശ്നത്തിന്. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് ഫോളിക് അയണും വേണം. ബാക്കി സാധനങ്ങളൊക്കെ നിങ്ങളുടെ എന്താ പറയണ്ട അതിനുള്ള ആവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചോ. പക്ഷെ ഈ 4 നിർബന്ധമായിട്ട് വേണം. ഓക്കെ? എല്ലാർജനും കുടിക്കണുണ്ട് ഇപ്പൊ. ഏതാ? എല്ലാർജനും ശരി. ആയിക്കോട്ടെ, നിങ്ങൾ അതെല്ലാം കഴിച്ചോളൂ. പക്ഷെ അതിന്റെ കൂടെ നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നത്തിന് വേണ്ടുന്ന ചില കണ്ടന്റ് നിങ്ങൾ കഴിക്കുന്നില്ല. അത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല നിലവില്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് കഴിച്ചാൽ ഗ്ലൂക്കോസമൈൻ, കാൽസ്യം, ഒമേഗ അതായത് ഫ്ലാക്സ് ഓയില് പ്ലസ് അയൺ, ഫോളിക് ആൻഡ് അയൺ നിർബന്ധമായിട്ടും വേണം. ഭക്ഷണം കഴിച്ചാൽ തീരെ ദഹനമില്ലാതെ. ഭക്ഷണം കഴിച്ചാൽ അതെയാ? ഭക്ഷണം നിങ്ങൾ ദഹിക്കാനുള്ള സമയം കൊടുക്കാറുണ്ട്? ഇടയ്ക്കിടെ കഴിക്കുന്നതാണോ? ഭക്ഷണം കഴിക്കുന്നുണ്ടാണോ? ഏതെങ്കിലും ഞാൻ ചോദിക്കുന്നത് ദഹിക്കാത്ത ഭക്ഷണമെങ്കിലും കഴിക്കാറുണ്ടോ ദിവസവും? അസമയത്ത് ഭക്ഷണം കഴിക്കാം. ഉദാഹരണം, സമയം തെറ്റി വിശപ്പ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാലും ദഹിക്കൂല, ദഹിക്കാത്ത ഭക്ഷണം കഴിച്ചാലും ദഹിക്കൂല, ഉറങ്ങാണ്ട് ഭക്ഷണം കഴിച്ചാലും ഉറക്കം വരാതെ രാത്രി തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് നേരം വെളുത്ത് ഭക്ഷണം കഴിച്ചാൽ ദഹിക്കൂല. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉറക്കം കിട്ടാറുണ്ടോ സാധാരണ? ഉറക്കം കിട്ടും. പക്ഷെ ഈ ഹാർട്ട് ഇടിക്കണ പോലെ ഇങ്ങനെ തോന്നെ, ഹാർട്ട് ഇങ്ങനെ ഇടിക്കണ പോലെ തുള്ളണ തോന്നും. നെഞ്ചിടിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ബ്ലഡ് കുറവുണ്ട്. നിർബന്ധമായിട്ടും ചായ, കാപ്പിയിൽ ഒഴിവാക്കുക. എന്നിട്ട് അയൺ, ഫോളിക് 2 കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ മുരിങ്ങ പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. മുരിങ്ങ ഏറ്റവും നല്ലത് ഞാനന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു. കുറച്ച് മുരിങ്ങ എടുത്ത് കഴുകിയിട്ട് ചൂട് ചോറിടുന്നതിന് മുമ്പ് പ്ലേറ്റിലേക്ക് മുരിങ്ങയിലിടുക. അതിന്റെ മേലെ ചൂട് ചോറിടുക. എന്നിട്ട് കറിയൊക്കെ കുഴച്ചിട്ട് കഴിക്കുക. ആഴ്ച 2-3 ദിവസമെങ്കിലും. അപ്പം ബ്ലഡ് കൂടും. അതിന്റെ കൂടെ ഫോളിക് അയണും കൂടി കഴിച്ചാൽ ബ്ലഡ് കൂട്ടിയാൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം മാറും. ക്ലിയർ അല്ലേ?
ഓ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നത്തിന് ബ്ലഡ് കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ നെഞ്ച് തുള്ളുന്ന പോലെ വരുന്നത് കേട്ടോ. ഇനി നിങ്ങൾ വേറെ ഒന്നും കഴിക്കുന്നുണ്ടെ കഴിച്ചോ, അതിന്റെ കൂടെ ഫോളിക് ആസിഡ് നിർബന്ധമായിട്ടും വേണം. സാർ സാർ ചോദിച്ചത് പിന്നെ മുരിങ്ങയുടെ ഇല വേവിക്കാതെ അല്ല ഇടുന്ന ചോദിച്ചത്. എന്താ വേവിക്കാതെ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില വേവിക്കാതെ നമ്മള് പച്ച ഇല പ്ലേറ്റിനകത്ത് ഇട്ടതിന് ശേഷം ചൂട് ചോറിടുക അതിന്റെ മേലെ. അവിടുന്ന് ആ ചോറിന്റെ ചോറ് വീണിട്ട് വേണം അതൊന്ന് വേവാൻ വേണ്ടി. അവിടുന്ന് മനസ്സിലായോ? വേവിക്കരുത്, ഈ ചോറ് അതൊന്ന് എന്നിട്ട് അതിന്റെ മേലെ നിങ്ങൾക്ക് സാറത് ബി പി കുറയ്ക്കാനുള്ളതല്ലേ? ബി പി കുറയ്ക്കാൻ നല്ലതാണോ? ബി പി കുറക്കാനോ? എങ്ങനെ? ബി പി കുറക്കാൻ നല്ലതാണ്. ബി പി കുറക്കാൻ വേണ്ടി നമുക്ക് സപ്ലിമെന്റ് സപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ടും നമ്മുടെ കാൽഷ്യം വേണം, അതുപോലെ തന്നെ ഒമേഗ സപ്പോർട്ട് ചെയ്യും, അതുപോലെ പിന്നെ നമ്മുടെ എന്താ പറയാ വൈറ്റമിൻ, ഇതൊക്കെ കഴിച്ചാല് ഉറപ്പായിട്ടും ബി പി നോർമലാണ്. ഈ ദഹനം കിട്ടാത്ത സമയത്ത് ഹൈ ആയിട്ട് ആൾക്കാര് വെള്ളം എന്താണ് കൈക്ക് നല്ല വേദനയാണ്. വലത്തെ കൈ ഈ ദഹനം ഇല്ലാത്ത സമയങ്ങളിലേ ദഹനമില്ലാത്ത സമയത്ത് വലത്തെ കൈ വേദന ഉണ്ടല്ലേ? വലത്തെ കൈ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യും. അതായത് ഒന്നെങ്കിൽ ഭക്ഷണം സമയത്തിന്റെ പിന്നെ പ്രശ്നമായിരിക്കാം, കഴിക്കുന്ന ഭക്ഷണം സമയത്ത് കഴിച്ചില്ലെങ്കിൽ ദഹന കുറവുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് അതാണോ എന്നുള്ളത്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ദഹിക്കാത്ത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് ധാരാളം കഴിക്കുന്ന ആളുകൾക്കും ദഹന കുറവുണ്ടാവും. അതെന്താണെന്ന് നോക്ക്. എന്നിട്ട് നിങ്ങളൊന്ന് എന്നെ വിളിക്ക്, എന്താന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിത്താശയത്തില് കല്ല്, അതുപോലെ പിത്താശയത്തിൽ നീർക്കെട്ട്, ഇത് രണ്ടിനും ഒന്ന് കല്ലും പിത്താശയത്തിൽ നീർക്കെട്ടും ഇത് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാണോ? ഡോക്ടർ പറഞ്ഞാണോ? നീർക്കെട്ട് നീർക്കെട്ട് മഞ്ഞപ്പിത്തം വന്ന ഒരാൾക്കായിരുന്നു. അപ്പം അതില് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തോണ്ട് ഇപ്പൊ അതെല്ലാം മാറിയ ശേഷം നീർക്കെട്ടാണ് കാണുന്നത്. പിന്നെ മറ്റത് ഓവർ വെയിറ്റും കാര്യമൊക്കെ ഉള്ള ഒരാൾക്കാണ് കല്ലുള്ളത്. രണ്ടാൾക്കാണല്ലേ? അതെ. ഓക്കെ. കല്ല് വേറെ ആൾക്ക്, നീർക്കെട്ട് വേറെ ആൾക്ക്. അതെ. ഓക്കെ. ഇപ്പൊ രണ്ടും ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പറഞ്ഞുതരാം? എനിക്ക് രണ്ടാളെ പറ്റിയും അറിയണ്ടേ, അവരുടെ പ്രായം അറിയണം, അവരുടെ അവസ്ഥ അറിയണം. പൊതുവായിട്ട് പറഞ്ഞാല് ഞാൻ ഒരാൾക്കാന്ന് വെച്ചിട്ട് പറയൂ, നിങ്ങൾ രണ്ടാൾക്ക് കൊണ്ടു കൊടുക്കും. അപ്പൊ എങ്ങനെ റിസൾട്ട് വരാം? നിങ്ങൾ സാറിനെ നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കാൻ നല്ലത്. അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അവരുടെ റിപ്പോർട്ട് വെച്ചിട്ട് സംസാരിക്കുമ്പോൾ സാറിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. അതായത് നമുക്കൊരു ചോദ്യം ചോദിച്ചു എന്നുള്ളതല്ല പ്രധാനം, ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. നമ്മൾ ചോദിക്കുന്ന ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ സോറി എന്ന് പറയണ്ട, ഞാൻ പറഞ്ഞത് ഇനി ചോദിക്കുമ്പം ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇന്നൊരാൾക്ക് ഇത്ര വയസ്സുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, മറ്റേ ആൾക്ക് ഇത്ര വയസ്സുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, ആണോ പെണ്ണോ എന്ന് പറയണം. അപ്പൊ എനിക്ക് അറിയേണ്ട കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും അവരെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാം. ഇനി നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയില്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി അല്ലേ പറയാൻ വേണ്ടിയും മനസ്സിലാക്കി തരാനും കേട്ടോ. ആ നമ്പർ അനീഷ് സാർ തരും. ഓക്കെ. അപ്പൊ എല്ലാവരുടെയും സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഒരുപാട് കാര്യങ്ങളാണ് ഇന്നല്ലേ ഇന്നത്തെ പോസ്റ്ററിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങള്. കരളിനെ കുറിച്ചിട്ട് കരളെ എന്നുള്ള ഒരു വാക്കായിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങള് ഇന്ന് നമുക്ക് പഠിക്കാൻ പറ്റി സാറിലൂടെ. എന്റെ പേരിലും കമ്പനിന്റെ പേരിലും കേരള ടീമിന്റെ പേരിലും സാർക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സാറ് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാന് സർവശക്തനായ ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടാവട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് മുന്നേറാം. ഓക്കെ സാറേ. എല്ലാവർക്കും എന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.